Hi friends, welcome to MICHU'S media. ഇന്നൊരു ഹെൽത്തി ജ്യൂസ് റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ABCD ജ്യൂസ്. A for apple, B for beetroot, C for carrot, D for dates. രണ്ടു പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് ഞാനിവിടെ ജ്യൂസ് തയ്യാറാക്കുന്നത്. ABCD ജ്യൂസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഇതിൽ ആദ്യത്തേത് ആപ്പിൾ. ഇതൊരു ആപ്പിൾ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ജ്യൂസിന് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ വരിക, അതുകൊണ്ട് ബീട്രൂട്ട് പകുതി മാത്രം എടുത്താൽ മതി. പിന്നെ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തതും 6 ഡേറ്റ്സ് സീഡൊന്ന് മാറ്റിയ ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ജ്യൂസിന് തണുപ്പ് വേണമെങ്കിൽ ഇതെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഐസ് വാട്ടർ യൂസ് ചെയ്താലും മതി. ഇനി ഈ 4 ഇൻഗ്രീഡിയൻസും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. ഈ ജ്യൂസിന് ആവശ്യമായിട്ടുള്ള മധുരം നമ്മൾ ചേർക്കുന്നില്ല. ഈ ഡേറ്റ്സിൽ തന്നെയുണ്ട് ഇതിനാവശ്യത്തിനുള്ള മധുരം. ഇതൊരു ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് പഞ്ചസാര ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി ഇത് നന്നായി അരച്ചെടുക്കാൻ വേണ്ടി 1.5 കപ്പ് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ജാർ അടച്ച ശേഷം നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഈ ജ്യൂസിന് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ജ്യൂസ് മിറക്കിൾ ഡ്രിങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ജ്യൂസിൽ ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നു. ഇത് ഹൈ BP കുറയ്ക്കുന്നതിനും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നതിനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിനും സഹായിക്കും. ഡൈജഷൻ നന്നായി നടക്കാനും ശരീരഭാരം കുറയ്ക്കാനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഈ ജ്യൂസ് വളരെ നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഈ ജ്യൂസ് കഴിക്കുന്ന സമയത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ജ്യൂസ് കഴിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെ മറ്റു ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിന് മുൻപാണ്. ഭക്ഷണത്തോടൊപ്പം കഴിച്ചാൽ ഇത് ഗുണം ചെയ്യില്ല. ഈ ജ്യൂസ് അരിച്ചെടുക്കാതെ കുടിക്കുന്നതാണ് നല്ലത്. ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ഗ്യാസ് ട്രബിൾ ഫീൽ ചെയ്താൽ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്താൽ മതി. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏത് ഭക്ഷണവും ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ബീട്രൂട്ട് ഓവർ ഡോസിൽ കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ജ്യൂസ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കഴിക്കുന്നതാണ് നല്ലത്. ഇതൊരു ഹെൽത്തി ജ്യൂസാണ്. ഇതൊരു വെൽക്കം ഡ്രിങ്കായോ ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്ന ജ്യൂസായോ കാണരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.